ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം. നിങ്ങളെ സ്വന്തം യദു സാറാണ്. അപ്പം മക്കളെ, ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. സോ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ന് മെയ് 28 ഇന്നാണ് നമ്മളെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഇനാഗറേഷൻ. അപ്പം സാറ് നിങ്ങളെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് കേട്ടോ ഒന്ന്. സോ വെൽക്കം ബാക്ക് ടു വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സൈലം. സോ ഇതാണ് നമ്മുടെ പുതിയ പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെ ഫോട്ടോ സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഴയ അല്ല, ഇനി പുതിയ പാർലമെൻറ്റിലേക്ക് നമ്മുടെ എം പിമാരും മന്ത്രിമാരൊക്കെ മാറും. പുതിയ പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നിർവഹിച്ചതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും അല്ലേ. സോ ഇതാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പുതിയ കെട്ടിടം. നമ്മൾ പാർലമെൻറ്റ് മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് പഴയ ബിൽഡിംഗ് ആയിരുന്നു, അപ്പം സ്ഥലപരിമിതി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സ്ഥലപരിമിതി, പാർലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാജ്യസഭാ സെക്രട്ടേറിയറ്റ്, ലോക്സഭാ സെക്രട്ടേറിയറ്റ്, സ്പീക്കറിൻ്റെ അതായത് ഉപരാഷ്ട്രപതിൻ്റെ ഒക്കെ ഓഫീസില്ലേ, അതായത് രാജ്യസഭയുടെ ചെയർമാൻ വൈസ് പ്രസിഡന്റ് ആണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടത് ഉള്ളതിനെ കൊണ്ട് തന്നെ പഴയ പാർലമെൻറ്റിന് സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പുതിയ പാർലമെൻറ്റ് കെട്ടിടം അതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പത്രങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളിപ്പം 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും UP ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിൽ നിന്ന് വായിച്ച് നമ്മൾ ഒരുപാട് അറിവ് ഇങ്ങനെ നേടിക്കൊണ്ടേയിരിക്കണം അല്ലേ. നിങ്ങൾക്ക് ഭാവിയിൽ ഇന്ത്യൻ സിവിൽ സർവീസ് പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതണമെങ്കിൽ പത്രവായന എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും പത്രമൊക്കെ മിനിമം ലെവലിൽ എന്താ പറയുക, ഒരുപാട് നേരം 2-3 മണിക്കൂറൊന്നും വായിക്കണം എന്നല്ല സാറ് പറയുന്നത്, ഒരു അരമണിക്കൂറൊക്കെ ദിവസവും പത്രം വായിക്കുന്നത് നല്ലൊരു ഹാബിറ്റാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. ഇതാണ് പുതിയ നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പടം കേട്ടോ. ന്യൂ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഫോട്ടോ ആണ് കൊടുത്തത്. സാറ് പറയാൻ പോകുന്നത് നമ്മളെ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ബൈ ക്യാമറൽ സിസ്റ്റമാണ് അല്ലേ. ഇവിടെ പാർലമെൻറ്റിന് ലോക്സഭ എന്നും രാജ്യസഭ എന്നും പറഞ്ഞിട്ട് 2 സഭകളുണ്ട്. ലോക്സഭയെ നമ്മൾ ലോവർ ഹൗസ് എന്നാണ് പറയുക. ലോക്സഭയിൽ ലോവർ ഹൗസ് ആണ്. അതായത് 25 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് അവിടെ ഉണ്ടാവുക. 25 വയസ്സാണ് ലോക്സഭ ഇലക്ഷനിൽ നിൽക്കാനുള്ള മിനിമം പ്രായം. ഓക്കെ, 25 വയസ്സായ ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിൽ ലോക്സഭ ഇലക്ഷനിൽ മത്സരിക്കാം. ഓക്കെ, ആർക്കും മത്സരിക്കാം. പക്ഷേ ജയിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏതെങ്കിലും ഒരു പാർട്ടീൻ്റെ ലേബലിൽ നിൽക്കുന്ന ആളുകളാണ് അധികവും ജയിക്കുക. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് വളരെ കുറവാണ്. ജയിക്കുന്നില്ല എന്നല്ല, ജയിക്കാനുള്ള ചാൻസ് കുറവാണ്. അതാണ് സാറ് പറഞ്ഞത്. അപ്പോൾ ലോക്സഭയെ നമ്മൾ ലോവർ ഹൗസ് എന്ന് പറയും. 25 വയസ്സാണ് ലോക്സഭയിൽ മത്സരിക്കാനുള്ള മിനിമം പ്രായപരിധി കേട്ടോ. 25 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. ലോവർ ഹൗസാണ്. മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന മാക്സിമം സ്ട്രെങ്ത് 550 കേട്ടോ. പണ്ട് 552 ആയിരുന്നു. ആ 2 എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻ നോമിനീസ്, അത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്ത് ഒഴിവാക്കിയതിനെ കൊണ്ടാണ് ഇപ്പം മാക്സിമം 550. പക്ഷേ അത്രയില്ല, 540 സംതിങ് ആളുകളേ ഉള്ളൂ. മാക്സിമം ലിമിറ്റാണ് സാറ് പറയുന്നത് 550 കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതാണ്. അപ്പം ലോക്സഭ, നിങ്ങളുടെ ലോക്സഭാ മണ്ഡലം ഏതാണെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ ഒന്ന് ആലോചിച്ച് വരും. അപ്പോൾ സാറ് കോഴിക്കോടുകാരനാണ്. സാറിൻ്റെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. എൻ്റെ MP എന്ന് പറയുന്നത് MK രാഘവനാണ്. അപ്പോൾ ഇത്തരം നിങ്ങളുടെ MP ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലേക്കൊന്ന് വരിക കേട്ടോ. ഓക്കെ അല്ലടാ, സെറ്റല്ലേ? ഇനി നമുക്ക് രാജ്യസഭയെ കുറിച്ച് പറയാം. രാജ്യസഭ നമ്മളെന്താ അപ്പർ ഹൗസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് എന്നാണ് രാജ്യസഭയെ പറയുക. രാജ്യസഭയിലെ ഇലക്ഷനിൽ നമുക്ക് ഡയറക്റ്റ് വോട്ടവകാശം ഇല്ല, ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. അതായത് നമുക്ക് വോട്ടവകാശമില്ല. രാജ്യസഭ MP തിരഞ്ഞെടുക്കുന്നതിന് കോമൺ പൗരന് വോട്ടിംഗ് ഒന്നുമില്ല. ലോക്സഭയിൽ പക്ഷേ നമുക്ക് വോട്ടവകാശം ഉണ്ട് കേട്ടോ. പിന്നെ രാജ്യസഭ MP ആയിട്ട് മത്സരിക്കാനുള്ള മിനിമം പ്രായം എന്ന് പറയുന്നത് എത്രയാടാ? 30 വയസ്സാണ് കേട്ടോ. 30 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ രാജ്യസഭ MP ആയിട്ട് മത്സരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 ആണ്. മാക്സിമം സ്ട്രെങ്ത് 250 ആണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന മാക്സിമം സ്ട്രെങ്ത് 250 ആണ്. അതിൽ 238 പേര് ഇലക്ഷനിലൂടെയും 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണ്. 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളും 238 പേര് ഇലക്ഷനിലൂടെയും വരണം എന്നാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഞാൻ പറയുന്നത് മാക്സിമം സ്ട്രെങ്ത് ആണ്. അത്ര ആളുകൾ ഇപ്പോൾ ഇല്ല. അത് നമ്മൾ ലോക്സഭ പറഞ്ഞ പോലെ തന്നെ ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് 550 പറഞ്ഞിട്ട് അത്ര ആളില്ല, 540 സംതിങ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ രാജ്യസഭയുടെ മാക്സിമം ആണ് 250 എന്ന് പറയുന്നത്. അതിലിപ്പോൾ അത്ര ആളുകളില്ല. അത് നിങ്ങൾ പോയിട്ട് നോക്കുക എല്ലാവരും. അപ്പം ഇത്തരത്തിലുള്ള കിടിലം കണ്ടന്റുകളല്ലേ ഇതൊക്കെ അല്ലേ. ലോക്സഭയും രാജ്യസഭയും നമ്മൾ പഠിച്ചു. ലോക്സഭയാണ് എന്താ പറയുക ലോവർ ഹൗസ്, രാജ്യസഭയാണ് അപ്പർ ഹൗസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്സഭയിലെ ഈ പരവതാനി ഉണ്ടല്ലോ, കാർപ്പറ്റിൻ്റെ കളർ പച്ച കളറായിരിക്കും. അതങ്ങനെ തന്നെയാണ്, പച്ച കളറുള്ള കാർപ്പറ്റ്. ഇത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ലോക്സഭാ സമുച്ചയമാണ് ഞാനിത് കാണിച്ചിട്ടുള്ളത്. പഴയത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. സോ പച്ച കളറാണ് ഫുൾ ഉണ്ടാവുക. താഴെയൊക്കെ കാർപ്പറ്റൊക്കെ പച്ചയാണ്. ലോക്സഭയുടെ സ്പീക്കർ ഉണ്ടാവും കേട്ടോ. രാജ്യസഭയ്ക്ക് സ്പീക്കറല്ല, രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭാ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് തന്നെ ആയിരിക്കും കേട്ടോ. രാജ്യസഭയുടെ പരവതാനിയുടെ കളർ എന്ന് പറയുന്നത് ചുവപ്പ് കളറാണ്, റെഡ് കാർപ്പറ്റ് ആയിരിക്കും കേട്ടോ. റെഡ് കാർപ്പറ്റാണ്. ഇതൊക്കെയാണ് ഇത് മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾ ലോക്സഭ TV, രാജ്യസഭ TV എന്ന് പറഞ്ഞ ചാനലുകളൊക്കെ ഉണ്ട്. അതിൽ പോയി നോക്കുക. അതിലിങ്ങനെ ഓരോ ബില്ലൊക്കെ പാസ്സാകുന്നത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ
മനസ്സിലാവും. സോ ഇതുപോലെയുള്ള അടിപൊളി കണ്ടൻറ്റുമായിട്ട് എ ബി സാർ ഇനിയും വരുന്നതായിരിക്കും. എ ബി സാർ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ, എൻ്റെ കോഡാണ് പറഞ്ഞത്. അടിപൊളി കണ്ടൻറ്റായിട്ട് ഇനി നമ്മൾ കാണും, നമ്മൾ വരും, നമുക്ക് സംസാരിക്കാം, വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ഒരു അടിപൊളി ബൈ.